ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ജെറുസലേം ചർച്ചിൽ പോവാണ്. അപ്പം നമുക്ക് കാഴ്ചയിലേക്ക് പോയാലോ? ടെല്ലവിലൊക്കെ പോയിട്ടുണ്ട്. ജെറുസലേമിലേക്ക് ആദ്യമായിട്ടാണ് ട്രെയിന് പോകുന്നത്. הרכבת הינה רכבת לתחנת ירושלים יצחק נבון. התחנה הבאה תל אביב האוניברסיטה. למען בטיחותכם, ഇത് ആണെങ്കിൽ ട്രെയിനിൻ്റെ അകത്തുള്ള വ്യൂ ആണ്. നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന അതേ ഫീലാണ് ട്രെയിനകത്തിരിക്കുമ്പോൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ട്രെയിൻ വഴി പോകുന്നതാണ് നല്ലത്. ഞാൻ നോക്കിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് ട്രെയിനും കൂടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പോകുന്നത്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു യാത്ര. ഞാനാണെങ്കിൽ ഹെർസലിയ ടു ജെറുസലേമാണ് പോകുന്നത്. ഹെർസലിയയിൽ നിന്ന് ജെറുസലേമിന് ഓൾമോസ്റ്റ് 1 മണിക്കൂറാണ് കാണിക്കുന്നത്. 56 മിനിറ്റ് കൊണ്ടെത്തും. ടൈമിംഗ് എല്ലാം പക്കയാണ്. നമുക്കൊരു പ്ലേ സ്റ്റോറിലൊരു ആപ്പുണ്ട്. അതിലിങ്ങനെ നമ്മുടെ ട്രെയിൻ പോകുന്ന റൂട്ടും ടൈമിങ്ങും എല്ലാം കാണിക്കുന്നതായിരിക്കും. സംശയമുണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറി നോക്കാവുന്നതാണ്. ഇതിനി എയർപോർട്ടിന് ഹെർസലിയ ടു എയർപോർട്ട് അരമണിക്കൂറേ ഉള്ളൂ. പിന്നെ അവിടുന്ന് പിന്നെ എയർപോർട്ടിൽ നിന്ന് ജെറുസലേം വരെ ഒരു സ്റ്റോപ്പും ഇല്ല, ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് എത്തും. നമ്മളാണെങ്കിൽ ജെറുസലേമിലെ സ്റ്റേഷനിൽ ഇറങ്ങി. നല്ല സുഖമുള്ള യാത്രയായിരുന്നു. നമുക്കിനി അടുത്ത ട്രാം കയറണം. അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് നമുക്ക് 4ാമത്തെ സ്റ്റോപ്പാണ് ദമാസ്കസ് ഗേറ്റ്. എപ്പോഴും ഉണ്ട് ട്രാം. നമുക്കിനി അതേ കയറിയിട്ട് നമുക്ക് 4ാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി ദമാസ്കസ് ഗേറ്റ്. അവിടുന്ന് നമുക്ക് അകത്തേക്ക് കയറാവുന്നതാണ്. അങ്ങനെ നമ്മൾ ദമാസ്കസ് ഗേറ്റിലെത്തി. അതിനപ്പുറത്ത് നമുക്ക് ക്രോസ് ചെയ്യണം. അപ്പുറത്ത് കാണുന്നതാണ് ചർച്ച്. അങ്ങോട്ട് പോകണം നമ്മൾ. നല്ലൊരു രസമാണ് ഇവിടെ കാണാൻ വേണ്ടി. നല്ല ബിൽഡിങ്ങും കോട്ടകളും പ്രത്യേക ഒരു ഫീലാണ്. നമ്മളാണെങ്കിൽ ഫുഡായിട്ടാണ് വന്നത്. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പള്ളിക്കകത്തേക്ക് ഇനിയും കയറാം. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. നമുക്കിനി അകത്തേക്ക് കയറാം. ഇത് ദമാസ്കസ് ഗേറ്റാണ്. അകത്തേക്ക് കയറി നിറയെ കടകളാണ്. ഒത്തിരി ഷോപ്പുകളുണ്ട്. അപ്പുറേ ഇപ്പുറയൊക്കെ നിറയെ ഷോപ്പുകളാണ്. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് വേണം അങ്ങ് പോകാൻ വേണ്ടി. കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ദമാസ്കസ് ഗേറ്റിൽ നിന്ന് ജെറുസലേം ചർച്ചിലേക്ക് പോകുമ്പോൾ ഉള്ള ഒത്തിരി പല കളേഴ്സിലുള്ള മിഠായികളും അതും ഇതൊക്കെ ഒത്തിരി സാധനങ്ങൾ കാണാം. 2 സൈഡിൽ നിറയെ കടകളാണ്. നല്ല രസമല്ല കാണാൻ വേണ്ടി. ഫുൾ കളർഫുള്ളാണ്. നമ്മൾ നേരത്തെ കണ്ട ഷോപ്പുകളെല്ലാം കഴിഞ്ഞ് ഇനി പോന്നു. നമ്മൾ പള്ളിയിലെത്തി. ഇതാണ് പള്ളിയുടെ പുറം ഭാഗം. ഇതാണ് പള്ളി, ജെറുസലേം പള്ളി. ഇതാണെങ്കിൽ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ വന്ന ദിവസം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ശാന്തമായിരുന്നു. നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുമ്പം തന്നെ കാണപ്പെടുന്നതാണ് ഈ ഒരു കല്ലാണ്. പരന്ന ഒരു കല്ലാണ്. ഇവിടെയാണ് നമ്മുടെ കർത്താവായ യേശുവിനെ കിടത്തിയെന്ന് പറയപ്പെടുന്ന കല്ല്. നല്ലൊരു സുഗന്ധമാണ് ഈ കല്ലിന്. ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഈ കാണുന്നതാണ് ഗാഗുൽത്ത മല. ഇവിടെയാണ് നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂസിഫൈ ചെയ്തത്. ഇതോടെ ഞാൻ പോയപ്പോൾ അവിടെ ആൾക്കാർ ആരും ഇല്ലായിരുന്നു. തീരെ കുറവായിരുന്നു ആൾക്കാർ. സാധാരണ വെള്ളി ശനിയൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റി. നല്ലപോലെ ഒത്തിരി സമയം അവിടെ ഇരിക്കാൻ പറ്റി. തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല ശാന്തമായിരുന്നു.
ഇതാ പണ്ട് ഉണ്ടായിരുന്ന മലയിലെ ആ കല്ലാണ് അവിടെ വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും. ആ സ്പോട്ടിലാണ് നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂസിഫൈ ചെയ്തതെന്ന് പറയപ്പെടുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. ശേഷം പോയി തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. നമുക്കിനി യേശുവിൻ്റെ കല്ലറപ്പള്ളിയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ യേശുവിൻ്റെ കല്ലറ. ഇന്നാണെങ്കിൽ ഒരു തിരക്കുമില്ല. സാധാരണഗതിയിലാണെങ്കിൽ വലിയൊരു ലോങ് ക്യൂ ആയിരിക്കും നമുക്ക് കല്ലറയ്ക്കകത്തേക്ക് കയറാൻ വേണ്ടി. കാരണം ഒരു തിരക്കും ഇല്ലായിരുന്നു. ഇതിനകത്താണ് കല്ലറയുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് പോകണം, കല്ലറയിലേക്ക് പോകാൻ വേണ്ടി. നമുക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മളടുത്തത് വെസ്റ്റേൺ വാളിലേക്ക് വന്ന് ഇതിൻ്റെ അപ്പുറത്താണ് അലക്സ മോസ്ക് ഉള്ളത്. നമുക്കാണെങ്കിൽ അങ്ങോട്ട് പ്രവേശനമില്ല, മുസ്ലിംസിന് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതാണെങ്കിൽ വിലാപമതിൽ എന്ന് പറയുന്ന വെസ്റ്റേൺ വാൾ ജൂയിഷിന് ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ജൂയിഷായ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. ഗേൾസിന് വേറെ, ബോയ്സിന് വേറെ, അങ്ങനെ രണ്ടായിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത് മതിലിൻ്റെ അടുത്തേക്ക്. ലയൺസ് ഗേറ്റിൽ നിന്ന് തിരിഞ്ഞ് പോകുമ്പോൾ ആദ്യം കാണുന്നതാണ് പ്രിസൺ ഓഫ് ക്രൈസ്റ്റ്. ഇവിടെയാണ് നമ്മുടെ കർത്താവ് യേശുവിനെ ജയിലിൽ അടക്കപ്പെട്ടെന്ന് കരുതപ്പെടുന്നത്. ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കേറ്റ് ഓഫ് ജെറുസലേം, പ്രിസൺ ഓഫ് ക്രൈസ്റ്റ്. ലയൺസ് ഗേറ്റ് വഴി നടന്നു വരുമ്പോൾ നമുക്കിങ്ങനെ കുറേ ബിൽഡിങ് കാണാം. ഇതായിരുന്നു പിലാത്തോസിൻ്റെ അരമന എന്ന് പറയപ്പെടുന്നത്. ഇവിടെയാണ് ഒന്നാം സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ക്ലോസ്ഡ് ആയിരുന്നു, നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ഇവിടെ നിന്നാണ് ഒന്നാം സ്ഥലം ആരംഭിക്കുന്നത്. നിറയെ ഓൾഡ് ബിൽഡിങ്സ് ആണ് ഫുള്ള്. പണ്ടത്തെ ആ ഒരു ഇതിലുള്ള ബിൽഡിങ്സ് ആണ് കൂടുതലും കാണപ്പെടുന്നത്. ഇത് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ബർത്ത് പ്ലേസ് ആണ്, ബർത്ത് പ്ലേസ് ഓഫ് വെർജിൻ മേരി. ഇതൊരു ചെറിയൊരു ചാപ്പൽ പോലെയാണ് ഇതിനകത്തുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനകത്തിരുന്ന്. നമ്മളിനി ഇറക്കത്തിലേക്ക് പോവുകയാണ്. താഴെയാണെങ്കിൽ ഗെത്സമനെ തോട്ടവും ഒലിവുമലയും, അവിടെ നിറയെ പള്ളികളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റും. ഇച്ചിരി ഇറക്കമാണ് താഴേക്ക്. ലയൺസ് ഗേറ്റ് കഴിഞ്ഞ് താഴേക്കുള്ള ഇറക്കമുണ്ട്. ഇറക്കത്തിലേക്ക് പോകുമ്പം നമ്മുടെ ഗെത്സമന തോട്ടമുണ്ട്, ഒലിവുമലയുണ്ട്. അങ്ങ് കാണുന്ന ഒലിവുമലയാണ്. ഒത്തിരി ശവക്കുടീരങ്ങൾ കാണുന്നതൊക്കെ അവിടെ ഒലിവുമലയാണ്. ഇത് ഗെത്സമന തോട്ടത്തിലേക്കുള്ള വഴിയാണിത്. നല്ലൊരു ശാന്തമാണ് അവിടെ. നമുക്കവിടെ പോയി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അവിടെ നിറയെ പള്ളികളുണ്ട്. ആ കാണുന്ന കാണുന്നതൊക്കെ ശവക്കല്ലറുകളാണ് പഴയ കാലത്തെ. ഒത്തിരി കല്ലറുകളുണ്ട് അവിടെയൊക്കെ. അങ്ങനെ ജെറുസലേമിലുള്ള കാഴ്ചകളെല്ലാം അത്യാവശ്യം കണ്ടു കഴിഞ്ഞു. നമുക്കിനി തിരിച്ച് ജോലിക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഗ്രില്ലഡ് ഫിഷും സലാഡും പീത്തയും ഫ്രഷ് ജ്യൂസും കഴിച്ചു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ. താങ്ക് യു സോ മച്ച്.